3 സംസ്ഥാനങ്ങളെ വിറപ്പിച്ച കൊടും കുറ്റവാളിയും സീരിയൽ കില്ലറുമായ വിശ്വനാഥ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ പിടിയിലായി. തനിച്ച് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് കൊലപാതകവും കവർച്ചയും നടത്തുന്ന ഇയാൾക്കെതിരെ കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി 21 കേസുകളുണ്ട്. ഇയാളുടെ സഹായിയായ രാജമ്മ എന്ന സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രശാന്ത്, അസീസ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന വിശ്വനാഥ് വർഷങ്ങളായി വിവിധ വേഷങ്ങളിലും വ്യാജ പേരുകളിലും ഒളിവിൽ കഴിയുകയായിരുന്നു. 2024 മുതൽ തിരുപ്പതിയിൽ വ്യാജ ഐഡന്റിറ്റിയിൽ താമസിച്ചു വരികയായിരുന്നു ഇയാൾ. രാമചന്ദ്രപുരത്തെ മുനീശ്വരി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കൊടും കുറ്റവാളിയിലേക്കുള്ള വഴി തുറന്നത്. തനിച്ച് താമസിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുക്കുകയാണ് ഇയാളുടെ രീതി. വീട്ടിൽ പ്രവേശനം ലഭിച്ചാലുടൻ ക്രൂരമായി കൊലപ്പെടുത്തുകയും സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളയുകയും ചെയ്യും. ഓട്ടോറിക്ഷയിലാണ് ഇയാൾ കുറ്റകൃത്യങ്ങൾക്കായി സഞ്ചരിച്ചിരുന്നത്. CCTV ദൃശ്യങ്ങളും സാങ്കേതിക പരിശോധനകളും വഴി ഇയാൾ ഉപയോഗിച്ച ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. പ്രതികളിൽ നിന്ന് 20 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു. തിരുപ്പതി ജില്ലയിൽ മാത്രം 4 കൊലപാതകങ്ങളാണ് ഇയാൾ നടത്തിയത്. തിരുച്ചാനൂർ, രാമചന്ദ്രപുരം, പിച്ചാട്ടൂർ മേഖലകളിലായിരുന്നു ഇത്. കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒളിവിൽ കഴിയാനും രാജമ്മ സഹായിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. 2018 കേരളത്തിൽ നടന്ന ഒരു കൊലപാതക കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. വിശ്വനാഥിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് കേരള പോലീസ് 2 ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. വ്യാജ ആധാർ കാർഡുകളും വേഷപ്പകർച്ചകളും ഉപയോഗിച്ചാണ് ഇയാൾ ഇത്രയും കാലം നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് നടന്നത്. 3 സംസ്ഥാനങ്ങളിലായി നിരവധി കൊലപാതകങ്ങളും കവർച്ചകളും നടത്തിയ അതിക്രൂരനായ കുറ്റവാളിയാണ് പിടിയിലായത്. ഇയാളുടെ അറസ്റ്റ് പല സംസ്ഥാനങ്ങളിലെയും പോലീസ് വകുപ്പുകൾക്ക് വലിയ ആശ്വാസമാണ്, തിരുപ്പതി SP പറഞ്ഞു. മുൻപ് തെളിയാതിരുന്ന സമാനമായ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. ഇയാളെ കേരള പോലീസിന് കൈമാറുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. അതേസമയം മറ്റ് കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. പല സ്ത്രീകളുടെ തിരോധാനത്തിന് പിന്നിലും ഇയാളുണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. തന്ത്രത്തിൽ സ്ത്രീകളെ പരിചയപ്പെട്ട് അവരുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം പിന്നീട് പ്രണയം നടിക്കും. അങ്ങനെ അവരുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർച്ച ചെയ്ത ശേഷം പിന്നീട് ഇവരിത് അറിയുമ്പോൾ കൊലപാതകം നടത്തുകയായിരുന്നു. അതും വളരെ ക്രൂരമായ രീതിയിൽ. ഒടുവിൽ അവസാനത്തെ കൊലപാതകത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഇയാൾ പിടിക്കപ്പെടുന്നത്. നിരവധി തവണ പിടിക്കപ്പെട്ട് കസ്റ്റഡിയിലായെങ്കിലും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. മാത്രമല്ല, ഇയാൾക്ക് രാജമ്മ പുറത്തുനിന്ന് വേണ്ടവിധ സഹായങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകങ്ങളും ഇയാൾ നടത്തിയത്. 20 ലക്ഷത്തിലധികം രൂപ ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്.